കാണിക്കടാ ഇപ്പൊ എന്നെയാ കാണണേ. നീ എന്താ തേക്കുന്നേ? ഓ ഇതാണ് മറ്റേ സാധനല്ലേ. മനസ്സിലായി മനസ്സിലായി. ആ നടക്കട്ടെ നടക്കട്ടെ. ബൈ. ചമ്മി 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 ചമ്മി. അസ്സലാമലൈക്കും, ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് സുഖമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തത് രാവിലെ 5 മണി മുതലാണ് കേട്ടോ. അപ്പോൾ നേരത്തെ എണീച്ച് നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങളിതാ ജിമ്മിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എത്തുമ്പോഴത്തേക്കും കുറച്ച് ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ കാരണം നിസ്കാരം ഇപ്പോൾ കുറച്ച് വൈകിട്ടല്ലേ, പണ്ടത്തെ പോലെ നേരത്തെ അല്ലല്ലോ. അപ്പോൾ നമ്മളതെല്ലാം കഴിഞ്ഞ് പോകുമ്പോഴേക്കും കുറച്ച് സമയമാവും കേട്ടോ. പിന്നെ ഇതാ വേഗം പോയിട്ട് നമ്മുടെ വർക്കൗട്ടും കാര്യങ്ങളൊക്കെ 1.5 മണിക്കൂർ കൊണ്ട് തന്നെ പെട്ടെന്ന് തീർത്തിട്ട് നമ്മൾ തിരിച്ചു വരും. ശരിക്കും പറഞ്ഞാൽ ചടപടാന്നുള്ളൊരു സംഭവമാണ് കേട്ടോ പിന്നീട് അങ്ങോട്ട് ഉണ്ടാകുന്നത്. അങ്ങനെ ഇതാ വർക്കൗട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. ഇന്നിപ്പോൾ വലിയ തിരക്കൊന്നുമില്ലാത്തൊരു ദിവസമാണ്. കാരണം റിഹാൻക്ക് ഇന്ന് ഉച്ചയ്ക്ക് പോയാൽ മതി, അയാൻകുട്ടിക്ക് രാവിലെ പോകണം. പക്ഷെ അവനക്ക് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ ഫുഡൊക്കെ ഉണ്ട്, അപ്പോൾ അത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇക്ക ഓടി ഇറങ്ങണ കണ്ടില്ലേ, ലെഗ് കഴിഞ്ഞ് ഇക്ക ഇറങ്ങുന്നത് നിങ്ങൾ കാണണം, അടിപൊളിയാണ് കേട്ടോ. എൻ്റെ കയ്യിൽ അതിൻ്റെ ഒരു വീഡിയോ ഉണ്ട്, ഞാൻ ഇടാം കേട്ടോ, സ്റ്റോറി ആയിട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ ഇടാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതാ ഞങ്ങൾ രണ്ടുപേരും കൂടെ കാറിലൊക്കെ കയറി ഇനി നേരെ വീട്ടിലോട്ട് പോവുകയാണ്. പോകുമ്പം അവിടെ വാപ്പ വാക്കിങ് ചെയ്യുന്നുണ്ടാവും മുറ്റത്ത്, ഉമ്മ ജസ്റ്റ് ഓതലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുന്നുണ്ടാവും കേട്ടോ. ഇതായിരിക്കും നമ്മുടെ വീടിൻ്റെ ഫസ്റ്റത്തെ ഒരു കാഴ്ച. ഓക്കെ, പിന്നെ ഇതാ നേരെ പാലെടുത്തിട്ട് വന്നു. അപ്പോഴത്തേക്ക് അയൻകുട്ടി റെഡിയായി നിന്നിട്ടുണ്ട് കേട്ടോ. ഒന്ന് നോക്ക്, ഈ ഒരു സ്വഭാവം ചിക്കനെ ഞാൻ എന്താ കാണിക്കുക, ഇങ്ങനത്തെ എന്ത് കണ്ടാലും അതിന് ഇങ്ങനെ ഇളക്കി ഇളക്കി നോക്കുക. ഇന്നലെ സാലഡ് ഉണ്ടാക്കിയതിനെ ഇളക്കി കൊണ്ടുവന്നിട്ട് അതിന് കളഞ്ഞു. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല, അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും ഇതാ ഞാൻ വേഗം പാലൊക്കെ എടുത്തിട്ട് ഇനി നമ്മുടെ ചായയൊക്കെ വെക്കാൻ പോവുകയാണ്. നമ്മളിപ്പോൾ ഹെർബൽ ലൈഫ് യൂസ് ചെയ്യുന്നില്ല കേട്ടോ, നമ്മളത് നിർത്തി. ഒരു മാസത്തിന് നമ്മൾ ഓർഡർ ചെയ്ത് കഴിച്ചു, ഇനിയിപ്പോൾ നമുക്ക് നടക്കില്ല. അങ്ങനെ നമ്മൾ വെയിറ്റൊക്കെ കുറയ്ക്കുന്നുണ്ട് എന്നൊക്കെ കണ്ട് ഹെർബൽ ലൈഫൊക്കെ യൂസ് ചെയ്ത് പ്രോട്ടീൻ പൗഡറൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ കണ്ട് നമ്മളറിയുന്ന ഒരാൾ നമുക്കൊരു സാധനം അയച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അതൊന്ന് യൂസ് ചെയ്യാൻ പറഞ്ഞിട്ട് എൻ്റെ ചാനലിൽ ഒത്തിരി റിവ്യൂ വന്നിട്ടുള്ളതാണ് കേട്ടോ അത് സംഭവം. ഞാൻ ഇതുവരെ പക്ഷേ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. എന്തായാലും ഞാൻ ഇന്നൊന്ന് യൂസ് ചെയ്ത് നോക്കാം. ഞാൻ മേടിച്ചേ നോക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാർ ഇത് മേടിച്ചൂടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് അവർ വളരെ സ്നേഹപൂർവ്വം തന്നെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ എന്ത് ചെയ്തു, ചായ എല്ലാം വെച്ചു. എനിക്ക് റിഹാനിക്കുള്ള ചായ ഞാൻ എടുത്തു. അയാൾക്ക് ബിരിയാണി വേണത്രേ രാവിലെ തന്നെ. അപ്പോൾ ഞാൻ കുറച്ച് ബിരിയാണി ചൂടാക്കാൻ വേണ്ടി വെച്ചു കേട്ടോ. ഈ തലേ ദിവസത്തെ ബിരിയാണി രാവിലെ ചൂടാക്കി കഴിക്കണതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. എൻ്റെ വീട്ടിൽ ഞങ്ങളെല്ലാവരും ചെയ്യുന്നേ. അതേപോലെ തലേ ദിവസം പൊറോട്ട വാങ്ങിച്ച് രാവിലെ അത് ചൂടാക്കി കട്ടൻ ചായൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ എന്ത് ടേസ്റ്റ് ആയിരിക്കും എന്നറിയോ. ഞാൻ അങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയിട്ടുള്ള ആളാണ്, കഴിച്ച് നോക്കിയിട്ടുള്ള ആളാണ് കേട്ടോ. അപ്പോൾ അയാൻകുട്ടിക്ക് ബിരിയാണി വേണമെന്ന് പറഞ്ഞപ്പം എൻ്റെയൊക്കെ സ്വഭാവം തന്നെയാണ്. അപ്പോൾ ഞാനത് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അവനക്ക് കൊണ്ടുപോകാനും അത് മതി എന്ന് പറഞ്ഞു. പക്ഷേ കൊണ്ടുപോകാൻ നോൺ വെജ് ആക്കണ്ട, റൈസ് മാത്രം ആക്കിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഇതാ എഗ്ഗ് ഒന്ന് ബോയിലാക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. എഗ്ഗ് കഴിച്ചിട്ട് കുറച്ച് ദിവസമായി. നോൺ വെജ് വേറെ ഉണ്ടായിരുന്നല്ലോ, വേറെ ഉണ്ടാകുമ്പോൾ ഞാൻ എഗ്ഗ് അങ്ങനെ കഴിക്കാറില്ല കേട്ടോ. ചിക്കനോ മട്ടന് അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ കഴിക്കാറില്ല. അപ്പോൾ ഇച്ചിരി ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ അതൊന്ന് എന്താ പറയുക റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. പിന്നെ അയൻകുട്ടിക്കുള്ള റൈസ് ഒന്ന് ചൂടാക്കിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇച്ചിരി വായിലിട്ട് നോക്കിയതാണ്, കാരണം ഞാൻ ഇന്നലെ രാത്രി ചൂടാക്കി അവിടെ വെച്ച റൈസായിരുന്നു. അതാണ് ഞാൻ അവനക്ക് ചൂടാക്കി കൊടുത്തത് കേട്ടോ. പിന്നെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച റൈസ് എടുത്തിട്ട് വന്ന് ചൂടാക്കിയിട്ടാണ് സ്കൂളിലോട്ടാക്കുന്നത്. ബിരിയാണി കേടൊന്നും വരില്ല കേട്ടോ. എന്നോട് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ആക്കുമ്പോൾ കേട് വരില്ലേന്ന്. ഇല്ല, ഒട്ടും കേട് വരില്ല. നമ്മുടെ ഈ ബിരിയാണി ആണെങ്കിൽ ഒട്ടും കേട് വരില്ല കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു ഗുണം. ഓക്കെ, പിന്നെ വേഗം പോയിട്ട് വാഷിങ്ങിനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി എന്താ, നമുക്ക് കുറേ കമൻസ് വന്നിട്ടുണ്ട് കേട്ടോ. കമൻസ് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി, ഒത്തിരി വന്നപ്പോൾ. ഇനി നിങ്ങൾ കമൻസ് ഇടണേ, മറക്കരുത് കേട്ടോ. എല്ലാം മാമാട്ടിക്കുട്ടി അമ്മേനെ പോലെ ഉണ്ട്.
ചീപ്പ് എടുത്ത് ചീവ് പൗഡറൊക്കെ ഇട്. കുറച്ച് കാണിക്കടാ. ഇപ്പൊ എന്നെയാ കാണുന്നേ. നീ എന്താ തേക്കുന്നേ? ഓ ഇതാണ് മറ്റേ സാധനല്ലേ. മനസ്സിലായി. ആ നടക്കട്ടെ ചെയ്യൂ നോക്കട്ടെ നീ എങ്ങനെയാണ് തേക്കുന്നതെന്നുള്ളതൊന്ന്. എങ്ങനെയാണോ അത് അപ്ലൈ ആക്കുക? എന്നിട്ട് കഴുത്തിന്റെ അവിടെ തേക്കുവോ? കഴുത്തിന്റെ അവിടെ എന്റെ കുട്ടി ഇത്രയ്ക്ക് വലുതായി ഓടച്ചോനെ. എനിക്ക് വയ്യ. ഇതാണ് ആ. ബൈ. ചമ്മി. അപ്പോൾ ഞാൻ കമൻസ് ഒക്കെ വായിക്കാൻ നിന്നപ്പോൾ കുറച്ച് ഫണ്ണി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോയിൽ വന്നപ്പോൾ ഞാൻ അത് അങ്ങനെ തന്നെ കാണിക്കാമെന്ന് വിചാരിച്ചു. കമൻസ് ഞാൻ വായിക്കേണ്ടതൊന്നും പോയില്ല. അപ്പോൾ എന്തായാലും ഞാൻ ഇന്ന് ഇവിടെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്തൊരു ഫ്രൂട്ട്സ് ബൗൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. രാവിലെ തന്നെ കുറച്ച് ഹെൽത്തി ആയിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. കൊയ്യാക്ക എടുത്തിട്ടുണ്ട്, പേരക്ക, അമൃത് എന്നൊക്കെ പറയില്ലേ, അടക്കാപ്പഴം, അതൊക്കെ എടുത്തിട്ടുണ്ട്. മേടിച്ചതാണ് കേട്ടോ, അതാണ് അങ്ങനെ വലുത്ത്. പിന്നെ അനാറ് കട്ട് ചെയ്യണത് ഭയങ്കര വലിയ ടാസ്ക്കാണ് കേട്ടോ. എനിക്ക് കയ്യിലൊക്കെ കറയാവും. പക്ഷേ ഇതുപോലത്തെ കാര്യങ്ങൾക്കൊക്കെ ഞാൻ തന്നെ കട്ട് ചെയ്യും. കഴിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വേഗം ഇക്കാൻ്റെ കയ്യിൽ കൊടുക്കും, അല്ലെങ്കിൽ ഉമ്മാൻ്റെ കയ്യിൽ കൊടുക്കും. ഉമ്മാക്ക് ഇപ്പോൾ അങ്ങനെ കട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് കട്ട് ചെയ്തിട്ട് ഉമ്മ അതുപോലെ അതിൻ്റെ മണികളൊക്കെ എടുക്കും കേട്ടോ. അപ്പോൾ ഫ്രൂട്ട്സ് എല്ലാം കട്ട് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. ഒരു ബൗളിലോട്ട് അത്യാവശ്യം ഹണി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നാരങ്ങയുടെ നീര് മൊത്തം എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് കംപ്ലീറ്റ് മിക്സ് ആക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ദാ സ്പൂൺ വെച്ചിട്ട് നാരങ്ങയുടെ നീരും തേനും കൂടെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. പ്യുവർ ഹണി കിട്ടുകയാണെങ്കിൽ അത് എടുക്കും കേട്ടോ. പിന്നെ ഒരു വലിയ ബൗൾ എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച എല്ലാ ഫ്രൂട്ട്സും ഇതിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ആപ്പിളുണ്ട്, പിന്നെ അതുപോലെ റോബസ്റ്റ, അനാറ്, തണ്ണിമത്തൻ, നമ്മുടെ പൈനാപ്പിളൊക്കെ ഉണ്ട് കേട്ടോ. ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ഈ മിക്സ് ഇതിലോട്ടങ്ങ് ആക്കിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ തണുപ്പിച്ചിട്ടൊക്കെ കഴിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ഇങ്ങനെ തന്നെ കഴിക്കുന്ന, രാവിലെ തന്നെ തണുപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയത്. അപ്പോൾ സംഭവം ഇവിടെ സെറ്റായിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല മൊഞ്ചില്ലേ. ഇതിൽ നമുക്ക് ഐസ്ക്രീമൊക്കെ മിക്സ് ചെയ്ത് കഴിക്കാം കേട്ടോ. പക്ഷേ തടി കൂടുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ അതവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ റിഹാൻക്കും ഉമ്മാക്കും ഉപ്പാക്കും ഇഡലി ഉണ്ടാക്കാൻ വിചാരിച്ചു. ഞാനേക്കും ഇന്നൊരു ഷേക്ക് കുടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താ ഷേക്ക്, എങ്ങനെ ഷേക്ക് എന്നുള്ളതൊക്കെ കാണാൻ വേണ്ടിയിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കാണണം കേട്ടോ. അപ്പോൾ ഞാനിതാ ഇഡലി വേവിക്കാൻ വേണ്ടി വെച്ചു. പിന്നെ മുളക് ചട്നിയും അതുപോലെ ഇഡലി പൊടിയും കൂടെയാണ് കേട്ടോ. ഇന്ന് ഞാൻ ചട്നിയൊന്നും അരച്ചില്ല. പിന്നെ എഗ്ഗ് ബോയിലാക്കിയതും ഉണ്ടായിരുന്നു. അപ്പോൾ എഗ്ഗ് ബോയിലാക്കിയതിനൊക്കെ ഒന്ന് ഇതുപോലെ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തു. പിന്നെന്താ പരിപാടി, ദാ സൂപ്പർ ഇത്ത വലിയുള്ളി എന്ന് പേര്, സാധനം ചെറുതാണ്. ഇവിടെ കൊണ്ടുവന്ന ഉള്ളി ചെറുതാണ്. അതന്നെ ഇപ്പോഴും ഭയങ്കര ചെറിയ ഉള്ളി കിട്ടണു, വലിയുള്ളി ഒട്ടുമില്ല. അപ്പോൾ എന്തായാലും മുളക് ചട്നി ഞാൻ ഇവിടെ അരച്ചിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. സമ്മതിച്ചു, ടു മച്ച് കുക്കിംഗ്. ഇത് കണ്ടപ്പോൾ എനിക്ക് വിശക്കാൻ തുടങ്ങി. ജിനി നല്ല ഹാർഡ് വർക്കിംഗ് ആണ്. താങ്ക് യു സോ മച്ച്. അത്യാവശ്യം ഹാർഡ് വർക്ക് തന്നെ വേണോടോ. നമ്മൾ ഇതുപോലെ റെസിപ്പികളും ഒക്കെ അടങ്ങിയിട്ട് 10-20 മിനിറ്റിൻ്റെ ഒരു വ്ളോഗ് നിങ്ങളുടെ മുന്നിലോട്ട് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല കേട്ടോ. ശരിക്കും ഭയങ്കര ഹാർഡ് വർക്ക് തന്നെ വേണം. ഇത്രയും കാലം ഈ ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ ശരിക്കും സമ്മതിക്കണം കേട്ടോ. പ്രത്യേകിച്ച് ഇങ്ങനെ വോയിസ് ഓവർ കൊടുക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ വീഡിയോ സ്പീഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ വോയിസ് ഓവർ കൊടുക്കണം. ഇത്രയും വീഡിയോ നമ്മൾ എടുക്കണമെങ്കിൽ, അതായത് 20 മിനിറ്റിൻ്റെ ഒരു വീഡിയോ ഒക്കെ നമുക്ക് സെറ്റ് ആക്കണമെങ്കിൽ 1 മണിക്കൂറിൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ കയ്യിൽ വേണം. അതിനെ എഡിറ്റ് ചെയ്താക്കുമ്പോഴേക്കും അത് 20 മിനിറ്റൊക്കെ ആയി മാറിയിട്ടുണ്ടാവും കേട്ടോ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഇതാ ഞാൻ ഇഡലിയൊക്കെ ഒന്ന് എടുത്തിട്ട് ഉണ്ട്. തലയിൽ വയ്ക്കുന്ന തരിക എവിടെ നിന്ന് മേടിക്കുന്നത്? തരികയല്ല, ഫ്ലവർ ക്രാബാണ്. ഇതുപോലത്തെ ഈ ഒരു കുഴഞ്ഞ ടൈപ്പ് തുണി ഉള്ള ഷാളൊക്കെ നിൽക്കണമെങ്കിൽ അതന്നെ വെക്കണം, അല്ലാണ്ട് നിൽക്കില്ല.
അപ്പോൾ അവരൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴേക്കും എനിക്ക് ഉക്കാക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ നാത്തൂൺസ് കിച്ചൺ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എപ്പോഴും എൻ്റെ ഇതിൽ കമൻറ്റ് ഇടാറുണ്ടല്ലോ. അവരുടെ ന്യൂട്രീഷൻ ഡയറ്റ് മീൽസിൻ്റെ ഇതുപോലത്തെ ഒരു ഫുഡാണ് നമുക്ക് അയച്ചു തന്നിട്ടുള്ളത് കേട്ടോ. ഒന്ന് പരീക്ഷിച്ച് നോക്കുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കിക്കളയാം. ഒരു 3/4 ഗ്ലാസ് വെള്ളവും 3/4 ഗ്ലാസ് ലോ ഫാറ്റ് മിൽക്കും എടുത്തിട്ടുണ്ട്. അതിലോട്ട് 2 ഡേറ്റ്സും 2 റോബസ്റ്റയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരാൾക്കാണെങ്കിൽ എല്ലാം ഓരോന്ന് മതി. പിന്നെ ഞാനിതിലോട്ട് എന്താ പറയുക 2 സ്പൂണ് പ്രോട്ടീൻ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 സ്പൂണ് ഒരാൾക്ക്, 2 ആൾക്ക് ഉണ്ടാക്കണോണ്ട് 4 സ്പൂണ് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ തട്ടിക്കൊടുത്തിട്ട് ഒന്ന് ചേർത്തെടുത്താൽ മതി. രാവിലെയും രാത്രിയും നമുക്ക് ഫുഡ് ഇതാക്കാനാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ഞാനിപ്പോൾ രാവിലെ മാത്രം കഴിച്ച് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ സംഭവം ഇതാ, നിങ്ങൾ തന്നെ ഒരുപാട് കമൻറ്റ് ഇട്ടിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ, ഒരുപാട് പേര്. അപ്പോൾ ഇതാണ് കേട്ടോ സംഭവം. അവരുടെ നമ്പറൊക്കെ ഞാൻ താഴെ കൊടുക്കുക, ആവശ്യമുള്ളവരൊന്ന് കോണ്ടാക്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഇതാ അവരുടെ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. കഴിക്കാൻ ടേസ്റ്റ് ഉണ്ട്, പക്ഷെ ഒരു ഹെർബൽ ടേസ്റ്റ് വരുന്നുണ്ട്. അതായത് നട്ട്സും പിന്നെ കുറേ സീഡ്സൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അവരുടെ ഹോം മെയ്ഡ് പ്രോഡക്റ്റ് ആണ്, നല്ല വൃത്തിയിൽ അവർ ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെയാണ് നമ്മളോട് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ആ ഒരു സീഡ്സിൻ്റെ ഒക്കെ ആയിരിക്കും ചിലപ്പോൾ വേറൊരു ടേസ്റ്റ്. ഹെർബൽ ലൈഫ് യൂസ് ചെയ്തിട്ട് എനിക്കിത് യൂസ് ചെയ്യുമ്പോൾ വേറൊരു ടേസ്റ്റാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഞാനിതൊന്ന് കുറച്ച് കാലം കുടിച്ച് നോക്കട്ടെ, എന്താണ് വ്യത്യാസം വരുന്നുണ്ടോ എന്ന് നോക്കാമല്ലോ അല്ലേ. അപ്പോൾ എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വേഗം പോയി മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ കമൻറ്റ് സെക്ഷനിലോട്ട് പോകാം അല്ലേ. ഞാൻ എല്ലാ വീഡിയോസും കാണാറുണ്ട്, ഞാൻ കമൻറ്റ് ഇടാറില്ല. പിന്നെ സൺഡേ സ്പെഷ്യൽ റാവുത്തർ ബിരിയാണി അടിപൊളിയായിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ ഫ്രൈഡേ ആണ് സ്പെഷ്യൽ ഉണ്ടാക്കുക. ഓക്കെ. നിങ്ങൾ എവിടെയാണ്, പുറത്താണോ? പ്രവാസികളൊക്കെ ആണെങ്കിൽ പിന്നെ ഫ്രൈഡേ തന്നെ ആയിരിക്കും കേട്ടോ. ഞാൻ കമൻറ്റ്സ് ഇടാത്തത് ഇത്താടെ വീഡിയോ ലഞ്ച് കഴിക്കുമ്പോൾ കാണുന്നത് കൊണ്ടാണ്. അപ്പോൾ എനിക്ക് കമൻ്റ് ഇടാൻ പറ്റാറില്ല. ഇന്ന് ഫുഡ് കഴിച്ച് കഴിഞ്ഞതുകൊണ്ട് കമൻ്റ് ഇടുകയാണ്. ഹാപ്പി അല്ലേ? എന്തായാലും ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ കമൻ്റ് കണ്ടപ്പോൾ. സൺഡേ ഞങ്ങൾക്ക് സാമ്പാർ ഓംലേറ്റ് ആയിരുന്നു. ഞങ്ങൾ ദുബായിൽ ഫ്രൈഡേ ആണ് സ്പെഷ്യൽ ചെയ്യാറ്. ഓക്കെ. ഫ്രൈഡേ ആയിരിക്കും അല്ലേ, എല്ലാവർക്കും അവിടെ ലീവ്. അപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. എന്തായാലും അസ്സാം വലൈക്കും പറഞ്ഞിട്ടുണ്ട്. വാലൈക്കും അസ്സലാം. അതേപോലെ എൻ്റെ സിസ്റ്ററിൻ്റെ മോൻ അയാനെ പോലെയാണ് കാണാനും, കാണുമ്പോഴുള്ള കുരുത്തക്കേടും. ഓക്കെ. പിന്നെ ജിനി ഹായ് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നി ജിനിത്ത കളർഫുൾ ആയതുപോലെ. റെസിപ്പി എല്ലാം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്. ഞങ്ങൾക്ക് വെള്ളിയാഴ്ചയാണ് സ്പെഷ്യൽ. ഓക്കെ. വായിൽ വെള്ളം വന്നു. പിന്നെ നിങ്ങളുടെ ലഞ്ച് കാണിച്ച് കഴിയുമ്പോൾ എനിക്ക് ഉറക്കം വന്നു. ലഞ്ച് കഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഉറക്കം വന്നു. ഹെവി ആയിരുന്നല്ലോ എന്ന്. എനിക്ക് ഉറക്കം വന്നു, പക്ഷെ ലഞ്ച് കഴിച്ചിട്ട് എനിക്ക് അങ്ങനെ ഉറങ്ങാൻ പറ്റിയില്ല കേട്ടോ. നിങ്ങളെ ഫാനാണ്, സ്പെഷ്യൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ഓക്കെ. പറ്റുമ്പോൾ ഒക്കെ ഉണ്ടാക്കി കഴിക്കുക കേട്ടോ. പിന്നെന്താ അടിപൊളി, വാവ് സൂപ്പർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ ഹായ്, കൊതിപ്പിക്കുകയാണോ ജിനി? ഞാൻ വ്രതത്തിലാണ്, ക്രിസ്മസ് വരെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ സോറി കേട്ടോ. അപ്പോൾ എന്തായാലും റിഹാൻക്ക് ഇവിടെ ഉച്ചയ്ക്കാണല്ലോ എക്സാം ഉള്ളത്. അവനക്ക് ഫുഡ് വേണ്ട, ഹെവി ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു ഷേക്ക് ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. അവനക്ക് ഇഷ്ടമായി എന്നാണ് പറഞ്ഞത് കേട്ടോ ഷേക്ക് കുടിച്ചിട്ട്. അപ്പോൾ ഉപ്പ ഒരു ദിവസമൊക്കെ നമ്മൾ റൈസ് കഴിക്കും കേട്ടോ. സ്പെഷ്യൽ റൈസൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ പിന്നെ കഴിക്കില്ല. അപ്പോൾ ഞാൻ ഉപ്പാക്ക് വേണ്ടിയിട്ട് ചോറ് വെച്ചു. നമുക്ക് ഇന്നലെ വെച്ച ഫുഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ മക്കൾക്ക് വെള്ളിയാഴ്ചയാണ് സ്പെഷ്യൽ വേണ്ടത്. ഓക്കെ, ഹാപ്പി കുക്കിംഗ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു, സൂപ്പർ റെസിപ്പി, ഗുഡ് ആഫ്റ്റർനൂൺ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ട്. ഇന്നത്തെ കമൻറ്റ് സെക്ഷൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇനിയും ഞാൻ നിങ്ങളുടെ കമൻറ്റ് ഒത്തിരി എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. കമൻറ്റ് ഇട്ടുകൊണ്ടേയിരിക്കും. ഓക്കെ, പിന്നെ നമ്മുടെ FBയിലും കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫ്രഷ് മീൻ കറിയും സാദാ ചോറും. അടിപൊളിയല്ലേ? ഓക്കെ, ജിനി ഗ്യാസ് എത്ര മന്ത് നിൽക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെ 1 മാസം, 25 to 1 മാസം, 25 ദിവസം മുതൽ 1 മാസം വരെയാണ് കേട്ടോ നിൽക്കുക. പിന്നെന്താ, നമുക്ക് വേറൊരു കമൻറ്റ് എന്താണ്, ഐ ലവ് മട്ടൺ ഡിഷ് ആൻഡ് എൻജോയ് ആൾ ദാറ്റ് യു കുക്ക്. ഓക്കെ, താങ്ക് യു. കമൻറ്റ് വായിച്ചപ്പോൾ കമൻറ്റ് ഇടാം. കമൻറ്റ് ഞാൻ വായിക്കുന്നുണ്ടല്ലോ മുത്തേ. കൊതിപ്പിക്കല്ലേ ജിനി, ഗുലാബ് ജാമുൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വീഡിയോ സൂപ്പർ. ഇതൊക്കെ കഴിക്കാനും വേണം ഭാഗ്യം. ജിനിയെ സമ്മതിച്ചിരിക്കുന്നു. താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും നമ്മുടെ ഉച്ചയ്ക്കുള്ള സമയമായി.
ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ ഫുഡുകളൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ ഇടയിൽ നമ്മുടെ തുടക്കലും അങ്ങനത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉപ്പാക്ക് ചോറ് വെച്ചിട്ടുണ്ട്, പിന്നെ മട്ടൻ മപ്പാസിൻ്റെ ഗ്രേവി ഉണ്ട് കേട്ടോ, പിന്നെ സാലഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അച്ചാറ്, ലെഗ് ഫ്രൈ ഒക്കെ ആക്കിയിട്ട് ഉപ്പ അങ്ങനെ കഴിക്കും കേട്ടോ. ഉപ്പാക്ക് മാത്രം ചോറ് വെക്കുമ്പോൾ കറി ഉപ്പേരി ഇങ്ങനെയൊന്നും വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇങ്ങനത്തെ കറികളൊക്കെ ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഫ്രൈ ഒന്നാക്കിയെടുക്കുകയാണ് നമ്മുടെ ചിക്കൻ. അതിൻ്റെ റെസിപ്പി ഞാൻ ഇന്നലെ കാണിച്ചിട്ടില്ലല്ലോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വ്ളോഗിൽ ഞാനത് കാണിക്കാം കേട്ടോ. ഇന്നലെ നമ്മൾ മസാല പുരട്ടി വെച്ച് നമ്മുടെ ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ കമൻറ്റ് വായിക്കാം, നിങ്ങൾ കമൻറ്റൊക്കെ ഇടണം കേട്ടോ, ഇടാണ്ടിരിക്കല്ലേ. നമുക്ക് കാണാൻ തന്നെ എന്തൊരു മുഞ്ച. അപ്പോൾ എന്തായാലും ലെഗ് ഞാൻ ഇവിടെ കഴുകി വൃത്തിയാക്കി വരഞ്ഞെടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു നാരങ്ങ ഫുള്ള് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു നാരങ്ങയുടെ നീര് മുഴുവൻ ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വരും കേട്ടോ ചിക്കന്. പിന്നെ ഇതിലോട്ട് നമുക്കൊരു 3/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ഉള്ളതുകൊണ്ടാണ്. പിന്നെ 2 സ്പൂണ് നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാല 1 സ്പൂണ്, മല്ലിപ്പൊടി 1 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഞാൻ ചിക്കൻ മസാല, കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ സ്പെഷ്യലായിട്ട് പൊടിച്ചൊരു പൊടിയും കൂടെ ഉണ്ട് കേട്ടോ, അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ സ്പെഷ്യൽ പൊടി ചേർത്ത് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. പിന്നെ ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ തലേ ദിവസം ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചതാണ് കേട്ടോ സംഭവം. പിന്നെ ഫ്രൈ ചെയ്യാൻ നേരത്ത് ഞാൻ എന്ത് ചെയ്തു, കുറച്ച് നെയ്യും അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇത് കോൺഫ്ലവർ 2 സ്പൂണ്, അതുപോലെ കടലമാവ് 2 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഉടനെ നല്ല വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ഞാൻ ആ പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ വീഡിയോ എടുക്കാൻ മറന്നുപോയിട്ടാ. പിന്നെ 2 ഭാഗം ഫ്രൈ ആയി വരുമ്പോഴത്തേക്കും നല്ല നീളൻ എരിവുള്ള പച്ചമുളക് കീറിയതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു മണമുണ്ടല്ലോ, അയ്യോ വായിൽ വെള്ളം വരും, അമ്മാതിരി മണമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ ചിക്കനൊക്കെ ഒന്ന് വേഗം ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കാം കേട്ടോ. ഇന്നലത്തെ അതേ മെനു തന്നെ, കാര്യമായിട്ട് ചേഞ്ച് ഒന്നുമില്ല. ഉപ്പാക്ക് ചോറ് വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇന്ന് ഞാൻ എന്തൊക്കെയോ പ്ലാൻ ചെയ്തു. നമ്മൾ വിചാരിക്കും കുക്കിംഗ് അധികം ഇല്ലെങ്കിൽ നമുക്ക് വേഗം അവിടെ ക്ലീൻ ചെയ്യാം, ഇവിടെ ക്ലീൻ ചെയ്യാം. പക്ഷേ കറക്റ്റായി ടൈം മാനേജ് ചെയ്താൽ മാത്രമേ അതൊക്കെ നടക്കുള്ളൂ. സമയമുണ്ട് എന്ന് പറഞ്ഞ് കുത്തിരുന്ന് കഴിഞ്ഞാലുണ്ടല്ലോ ഒന്നും നടക്കില്ല കേട്ടോ. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പറ്റുന്ന അബദ്ധമാണ് കേട്ടോ. ഇന്ന് കുറേ സമയമുണ്ടല്ലോ, കുറച്ച് സമയം നമുക്ക് വല്ല റീൽസും കണ്ടിരിക്കാം എന്ന് വിചാരിച്ച് അവിടെ ഇരുന്നാൽ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ പിന്നെ എന്തായാലും ഞാൻ സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയുള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് കുറേ കമൻസ് അല്ലാണ്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ഷോർട്ട് വീഡിയോസൊക്കെ ഇടുമ്പോൾ നെയ്യെടുക്കൽ ഇപ്പോഴും കുറേ പേർക്ക് ഡൗട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ അതെങ്ങനെയാണ് വിശദമായിട്ട് പറഞ്ഞു തരികയെന്ന് എനിക്ക് അറിയണേ ഇല്ല. ഒത്തിരി പറഞ്ഞു കേട്ടോ. പിന്നെന്താ, അത് ചില ദിവസം ഇങ്ങനെയാണ്, പണിയെടുത്ത് നടുവൊടിയും, എന്നാലും ഒരു പണിയും തീരില്ല. ഞാൻ വിചാരിച്ചു അത് എനിക്ക് മാത്രമേ ഉള്ളൂ എന്ന്. ഓക്കെ, പിന്നെ നമ്മളോട് പാചകം മാറ്റേണ്ട ജിനി, ഇതുപോലെ അങ്ങ് ചെയ്താൽ മതി. മറ്റുള്ള യൂട്യൂബേഴ്സിനെ പോലെ കുടുംബ പ്രശ്നം അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത വേഷം കെട്ടലൊന്നും കാണിക്കുന്നില്ലല്ലോ, ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ മതി എന്ന് പറയുന്നുണ്ട്. താങ്ക് യു. എനിക്കും ഇഷ്ടമല്ല കേട്ടോ ഇങ്ങനെ നമ്മുടെ ഫാമിലിയിലുള്ള ഇഷ്യൂസൊക്കെ ഇങ്ങനെ പബ്ലിക്കിൻ്റെ മുന്നിലോട്ട് ഇട്ടിട്ട്. ഒന്നാമത് നമ്മുടെ ഫാമിലിയിൽ അങ്ങനെ ഇഷ്യൂ ഇല്ല, ഫസ്റ്റത്തെ കാര്യം. പിന്നെ അത് പബ്ലിക്കിൻ്റെ മുന്നിലോട്ട് ഇട്ടിട്ട് അതിനെ അങ്ങ് ഒരുമാതിരി ആക്കിയിട്ട് എനിക്കത് ഇഷ്ടമല്ല. റീസെൻ്റായിട്ടൊക്കെ ഞാൻ കുറേ ആ വീഡിയോ കണ്ടു. പക്ഷെ അങ്ങനത്തെ വീഡിയോസിന് ഭയങ്കര റീച്ചായിരിക്കും കേട്ടോ. ഈ പറഞ്ഞ പോലെ ആരാൻ്റെ കാര്യങ്ങളൊക്കെ കേൾക്കാനും കാണാനും ഒക്കെ ഭയങ്കര ഇഷ്ടമല്ലേ. അത് നെഗറ്റീവാണെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രശ്നമാണെങ്കിൽ അല്ലേ, ഞാൻ ഉൾപ്പെടെയുള്ള നമ്മുടെ മലയാളീസിനുള്ളൊരു ഭയങ്കര വലിയൊരു ക്വാളിറ്റിയാണല്ലേ അത് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ എന്തായാലും ഞാൻ ഫ്രൈ ആക്കലും ബിരിയാണി ചൂടാക്കലൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം വേഗം കൊണ്ടുപോയിട്ടു. ഫ്രൈ ആക്കിയപ്പോൾ അതിൻ്റെ മൊരി എടുത്തിട്ട് വായിലിട്ടതാണ് കേട്ടോ. കുക്ക് ചെയ്യുമ്പോൾ കഴിക്കുന്ന സ്വഭാവം ഉണ്ടോ നിങ്ങൾക്ക്? എനിക്കുണ്ട് കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കഴിക്കും. പണ്ടുണ്ടല്ലോ കുക്ക് ചെയ്യുമ്പോൾ ബിസ്ക്കറ്റൊക്കെ ഇരുന്ന് കഴിക്കും. പക്ഷെ ഇപ്പം അതൊന്നുമില്ല കേട്ടോ. ഇപ്പം അതൊക്കെ ചെയ്ത് കഴിഞ്ഞാലേ നല്ല പണി കിട്ടും. എന്തായാലും അങ്ങനെ എല്ലാം കൊണ്ട് ഉപ്പാക്ക് ചോറൊക്കെ വിളമ്പി കൊടുത്തു. കുറച്ച് ബിരിയാണി തരട്ടി വെച്ചിട്ടൊന്നും സമ്മതിക്കുന്നില്ല. ഇന്നലെ കഴിച്ചില്ല, അത് മതി എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ ഒരുപാട് നിർബന്ധിക്കാറില്ല കേട്ടോ.
അങ്ങനെ ഇതാ വെയിറ്റ് എത്രയാണെന്ന് ചോദിക്കുന്നുണ്ട് എന്നോട്. വെയിറ്റ് ഞാനിപ്പോൾ 70 കിലോ ഉണ്ട് കേട്ടോ. എന്നിട്ട് അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിള്ളേരൊക്കെ വന്നു കേട്ടോ. ഇന്നിപ്പോൾ രണ്ടുപേരും ഒരുമിച്ചാണ് വന്നത്. എന്താ പറയുക, റിഹാൻക്കും എക്സാമൊക്കെ ആയതുകൊണ്ട് വേഗം കഴിഞ്ഞു കേട്ടോ. പിന്നെ മട്ടനൊരു പ്രശ്നം പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞാൽ എപ്പോഴും ചൂടാക്കിയിട്ട് തന്നെ അത് കഴിക്കണം അല്ലേ, ചൂടോടെ. മട്ടനും ബീഫൊക്കെ അങ്ങനെ തന്നെയാണ്, ചൂടോടുകൂടി കഴിക്കണം, ഇല്ലെങ്കിൽ അതിനൊരു രസം ഉണ്ടാവില്ല. അതേപോലെ നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു സ്മൂത്തി ഇല്ലേ, അതിൽ പഴം ചേർത്താൽ നട്ട്സിൻ്റെയൊക്കെ ഗുണങ്ങൾ നഷ്ടപ്പെടും പറഞ്ഞിട്ട് ഞാനൊരു കമൻറ്റ് കണ്ടു. ഞാനും ആ ഒരു ഡോക്ടറിൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ നമുക്കിപ്പോൾ അറിയുന്നില്ല എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. കാരണം സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാണ്ടല്ലോ പലരും അത് ചെയ്യണം, ഇത് ചെയ്യണ്ട, അത് വേണം, ഇത് വേണം ഇങ്ങനെ പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇനി എന്താ ചെയ്യുക, എന്താ കഴിക്കുക, അങ്ങനത്തെ ഒരു അവസ്ഥയായിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് പറ്റുന്ന പോലെ നമ്മളങ്ങ് ചെയ്യുക, അത്ര തന്നെ. പിന്നെ കറി ഓവറല്ലേന്ന്, ഏത് ഞാൻ ഉണ്ടാക്കിയ രസം നിങ്ങൾക്കറിയില്ല, 2 ദിവസം കൊണ്ട് തീരും. എന്താ പറയുക, എന്ത് കറി ഉണ്ടാക്കിയാലും അങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നെ ജിം ടൈം എപ്പോഴാണ് ചോദിക്കുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ഒരു 5:30 ആവുന്നുണ്ട് കേട്ടോ എത്താൻ. പിന്നെ തിരിച്ചു വരാൻ 7:15 7:30 ആവും കേട്ടോ തിരിച്ചെത്താൻ. പിന്നെന്താണ്, നിങ്ങൾ പട്ടിണി കിടക്കാറാണോ പതിവ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതെന്താണെന്നറിയോ, അതിൽ ഒരു ബാഡ് കമൻറ്റ് വന്നിട്ട് ആരോ ഒരാൾ അങ്ങോട്ട് ഇട്ട് കൊടുത്തതാണ് കേട്ടോ. പിന്നെ ഇതാ ഞാൻ മോനിക്ക് ഇങ്ങനെ ഒരു ബോക്സ് കൊടുത്തപ്പോഴേ അതിൽ എന്താണെന്ന് എനിക്ക് അറിയുന്നില്ല, ക്യൂരിയോസിറ്റി കൊണ്ടേ. അപ്പോൾ രാവിലെ എഗ്ഗ് ബോയിലാക്കിയത് അവൻ കഴിച്ചിരുന്നില്ല, അവനക്കുള്ളത് ഞാൻ എടുത്തു വെച്ചതായിരുന്നു കേട്ടോ. ആളുടെ വിചാരം വേറെ എന്തോ ഇതാണ്. അപ്പോൾ എന്തായാലും അവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ ദാ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. മറ്റൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് ഇനി വരാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. നമ്മുടെ യൂട്യൂബ് ചാനൽ, FB പേജ്, ഇൻസ്റ്റാ പേജൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് ഒത്തിരി 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 പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പോട്ടെ, എല്ലാവർക്കും ശരിക്കും ബായ്.